ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ ഭയങ്കര അടി. ഷാനവാസും അനുമോളും അതുപോലെ ലക്ഷ്മിയും തമ്മിലാണ് അവിടെ ഭയങ്കര ഫൈറ്റ് നടന്നത്. വേറൊന്നുമല്ല, ഷാനവാസിന് തലേന്ന് കൊടുത്തൊരു കൊട്ട് ഇന്ന് അതൊരു റിവെഞ്ച് ചെയ്ത് ഷാനവാസ് തിരിച്ചങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് അനുമോക്കും. അതുപോലെ നമ്മളെ ലക്ഷ്മി വൈൽഡ് കാർഡായിട്ട് കയറി വന്ന ലക്ഷ്മിക്കും. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാവിലെ 7 മണിയായപ്പോഴേ ലക്ഷ്മി പോയിട്ട് അപ്പാനിയെയും ഷാനവാസിനെയും ചൊറിയുന്നത്. ഇവർ രണ്ടുമാണ് കിച്ചണിൽ നിന്നത്. രാവിലെ ചെന്നിട്ട് ഇവർ രണ്ടിനെ നല്ല രീതിയിൽ ചൊറിയുമായിരുന്നു. ഫുഡൊന്നും ആയില്ലേ 7 മണിക്ക്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ 7 മണിയാകുമ്പോൾ കഴിക്കുന്ന വ്യക്തിയാണ്, എനിക്കിപ്പോൾ ഫുഡ് വേണം, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടന്ന് ഭയങ്കര ഷോഫുമായിരുന്നു. രണ്ടെണ്ണം അപ്പാനിയെയും ഷാനവാസിനെയും കടന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു ലക്ഷ്മി. അപ്പോൾ അപ്പാനി മാക്സിമം അത് നല്ല രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്ത് പിന്നെ സഹിക്കാൻ വയ്യാതായപ്പോഴത്തേക്ക് ഷാനവാസിന് കണക്ട് ചെയ്ത് കൊടുത്തു. ഷാനവാസ് എന്താണ് ലക്ഷ്മി പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഫുഡൊന്നും ആയില്ലേ, എൻ്റെ ഫുഡെന്ന് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഇവിടെ ഫുഡല്ല 2 ഉണ്ടംപുരി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സാധനം ഇന്ന് രാവിലെ നല്ല രീതിയിൽ അങ്ങോട്ട് ഏൽപ്പിച്ചങ്ങോട്ട് കൊടുക്കുവാണ് ഷാനവാസ് ചെയ്തത്. റിവഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംഭവം എന്തായാലും വേറെ ലെവലായിരുന്നു കേട്ടോ. ഷാനവാസ് ഒരു രക്ഷയില്ല. രാവിലെ അങ്ങോട്ട് കിച്ചണിലോട്ട് അങ്ങോട്ട് പോയിട്ട് അനുമോളെടുത്ത് ലക്ഷ്മി എടുത്ത് ഫുഡ് എവിടെ, എൻ്റെ ഫുഡ് ഇപ്പം താ, എനിക്കിപ്പം കഴിക്കണം, എനിക്ക് വിശക്കുന്നു, നിങ്ങളിവിടെ എന്തെടുക്കുവാണ്? രാവിലെ നിങ്ങൾ രണ്ടും കയറിയിട്ട് കിച്ചണിൽ കിടന്ന് ഉറങ്ങുവാണോ? ഫുഡ് എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ഷാനവാസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഷാനവാസിന് കൊടുത്ത സാധനം അതേ വെള്ളത്തിൽ തന്നെ അതേ ഇതിൽ തന്നെ 2 മടങ്ങ് രീതിയിലങ്ങ് ഷാനവാസ് അവിടെ അങ്ങ് കൊടുക്കുവാണ്. അങ്ങനെ അവിടെ അപ്പം ഈ അനുമോളും അതുപോലെ ലക്ഷ്മിയും പറയുന്നുണ്ട്, ചേട്ടാച്ചി സമയം ഇക്കൊന്ന് സമയം എന്താ, ഫുഡ് തരാം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, അത്തപ്പൂളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. ഷാനവാസ് ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എന്താണ് സംസാരിച്ചത്? ലക്ഷ്മിയെ നോക്കിയിട്ട് പറയുവാണ്, നീ എൻ്റെ അടുത്ത് രാവിലെ വന്നിട്ട് ഫുഡ് ചോദിച്ചല്ലോ, അപ്പോൾ ഇതും അങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വന്ന് കച്ചറയാക്കിക്കൊണ്ടാന്ന് തോന്നുന്നു, സീനാക്കിക്കൊണ്ടാന്ന് തോന്നുന്നു, ഷാനവാസിന് മാത്രം 3 ചപ്പാത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ആൾക്കാർക്കും ഈ 2 ചപ്പാത്തി വെച്ചാണ് അനുമോള് കൊടുത്തിട്ടുള്ളത്. അപ്പം അവരെല്ലാം മേടിച്ചുകൊണ്ട് പോയി കഴിച്ചു കഴിഞ്ഞിട്ട് 1-2 പേരൊക്കെ ഒരെണ്ണം കൂടെ മേടിക്കാൻ വന്ന സമയത്ത് ഷാനവാസ് അത് കണ്ടിട്ട് പറഞ്ഞു, കൊടുക്കുന്ന സമയത്ത് 3 എണ്ണം കൊടുത്താൽ പോരായിരുന്നു, ഈ 2 എണ്ണം കൊടുക്കുമ്പോഴല്ലേ അവർ തികയാതെ വന്നിട്ട് കഴിച്ചിട്ട് 2 എണ്ണം കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്? 2 എണ്ണം കഴിച്ചു കഴിഞ്ഞാലും വിശപ്പൊന്നും മാറത്തില്ല. അപ്പോൾ ഒന്നാമതേ കഴിക്കുന്നത് താമസിച്ചാണ് കഴിക്കുന്നത്, രാവിലത്തെ കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വിശപ്പ് മാറത്തില്ല. കൊടുക്കുമ്പം 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ വന്ന് ചോദിക്കത്തുമില്ല ഈ പ്രശ്നമുണ്ടോ, എല്ലാവർക്കും വയറ് നിറഞ്ഞ് ഒരു സമാധാനം കിട്ടുകയും ചെയ്യും, ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും, സന്തോഷമാവുകയും ചെയ്യുന്നതൊക്കെ ഷാനവാസ് അവിടെ അനുവിൻ്റെ അടുത്ത് പറയുവാണ്. അപ്പോൾ അനു പറയുവാണ്, ഈ 2 എണ്ണം വെച്ച് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 എണ്ണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും കഴിക്കാത്ത ആൾക്കാരുണ്ട്, അത് കൊണ്ടുപോയി കളയും, അപ്പം വേസ്റ്റ് ആവത്തില്ല, അതുകൊണ്ടാണ് 2 എണ്ണം കൊടുക്കുന്നത്. ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ വന്ന് ഒരെണ്ണം കൂടെ മേടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനു അങ്ങോട്ട് തിരിച്ച് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുവാണ്. അപ്പം ഷാനവാസ് പറഞ്ഞു, അത് ശരിയല്ല, നിങ്ങൾ കൊടുക്കുമ്പോൾ 3 എണ്ണം കൊടുക്കണം, ഇതെന്തൊരു ഏർപ്പാടാണ്, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്, 2 എണ്ണം കൊടുക്കുന്നതുകൊണ്ടാണ് വിശപ്പുണ്ടെങ്കിൽ പോലും കഴിക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ രണ്ടാമത് വന്ന് ചോദിക്കാത്തത് വിശപ്പില്ലാഞ്ഞിട്ടല്ല, 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് പിന്നെ വന്ന് ചോദിക്കാനൊക്കെ കൊണ്ടൊരു മടി കൊണ്ടിട്ടാണ് അവർ വന്ന് ചോദിക്കാമെന്നതൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഈ 3 എണ്ണം ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 3 എണ്ണം കൂടെ ഒരുമിച്ചല്ലല്ലോ അവർ കുത്തിക്കയറ്റുന്നത് എന്നൊക്കെ അനുമോള് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് 2 എണ്ണം തന്നു കഴിയുമ്പോഴത്തേക്ക് നീ 2 എണ്ണം കൂടെ എടുത്ത് ഒരുമിച്ചാണ് കുത്തിക്കയറ്റുന്നതെന്ന് തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുവും ഷാനവാസും സംസാരമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയും ഷാനവാസുമാണ് സംസാരമാവുന്നത്. ലക്ഷ്മി എടുത്ത് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, വീണ്ടും ചോദിക്കുവാണ്, ഇന്നെന്തേ ഫുഡ് ആവാത്തത്, വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ലക്ഷ്മി ഷാനവാസും കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സംസാരമാവുന്നുണ്ട്. ലക്ഷ്മി എടുത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഇന്നലെ കയറി വന്നിട്ട് എന്നെ കൊട്ടാൻ നിൽക്കല്ലേ, ഇനിയും ദിവസങ്ങൾ കിടക്കുക, നല്ല രീതിയിൽ എന്നെ കൊട്ടുന്നതിൻ്റെ ഡബിൾ മടങ്ങി കൊട്ടിൽ ഞാൻ തിരിച്ചങ്ങോട്ട് തരുവേ, കളിക്കുന്നത് സൂക്ഷിച്ചൊക്കെ വേണം, വേറെ ആളോടാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് നല്ല രീതിയിൽ ലക്ഷ്മിക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലൈവിൽ പിന്നെയും അനുമോൾ ഈ കാര്യം, അനുമോളെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അനുമോൾ കിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ജിസയിലും ആര്യനെ പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, അപ്പം അതിനെ പറ്റിയിട്ട് വീണ്ടും അനുമോൾ ലൈവിൽ സംസാരിക്കുന്നുണ്ട്. അനുമോൾ പറഞ്ഞ കാര്യം ഉറച്ചു തന്നെ നിൽക്കുവാണ്. അനുമോൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്നൊക്കെ അനുമോൾ ഉറച്ചതാണ്.
അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു ഇപ്പം ഒരു ഇത്രയും ഒരു പബ്ലിക്കിൽ നടക്കുന്ന ഒരു കുടുംബ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും കാണുന്നൊരു ഒരു കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. അപ്പോൾ ആ ഷോയിൽ വന്നിട്ട് കിസ് അടിക്കുക, ആ പരിപാടിയാണ് ഈ പരിപാടി, എനിക്ക് അതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാനേ പറ്റത്തില്ല. അത് അനുമോള് ചെയ്ത് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടന്ന അന്ന് തന്നെ ബിഗ് ബോസിനോട് ചൂണ്ടിക്കാണിക്കണമായിരുന്നു. ഇത് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല ബിഗ് ബോസ് എന്ന് പറയണമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. കാരണം അവർ കിസ്സല്ലേ അടിച്ചോളൂ, അപ്പം പരസ്പരം അവർ എന്തോ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ്, അവർ കിസ് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്നൊക്കെ പറയുന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നാളെ അവർ തുണിയില്ലാതെ നടന്നാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇന്നിപ്പോൾ ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നാളെ അവിടെ ബിഗ് ബോസ് വീട്ടിൽ തുണിയില്ലാതെ നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമൊന്നും ഒരു കാരണവശാലും ബിഗ് ബോസിന് അകത്ത് അനുവദിച്ചു കൊടുക്കാനേ പറ്റത്തില്ല. ചീത്ത വിളിക്കുന്നത് പോലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ട് ഗെയിം കളിക്കുക, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ ആ കാര്യം വീണ്ടും ലൈവിൽ അനുമോള് വീണ്ടും ഉറപ്പിച്ച് തന്നെ അതിനകത്ത് നിൽക്കുവാണ്. എന്തായാലും ഇനി ലാലേട്ടൻ പറയട്ടെ, ലാലേട്ടൻ വന്നിട്ട് അത് എന്താ സംഭവം അങ്ങനെ ഉള്ളതാണോ ഇല്ല, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ വാണിംഗ് കൊടുക്കണം. അനുമോക്കല്ല, അനുമോള് ചൂണ്ടിക്കാണിച്ച് അനുമോളെ സത്യം പറഞ്ഞാൽ അനുമോളെ അനുമോദിക്കുകയാണ് വേണ്ടത് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് തുറന്ന് ചൂണ്ടിക്കാണിക്കണം, ബിഗ് ബോസിൻ്റെ അടുത്ത് പറയണം. ഇത് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്, ഇത് ഫാമിലി പ്രേക്ഷകർ ഉൾപ്പെടെ കാണുന്ന ഒരു ഷോ ആണ്, ഇവിടെ ഇതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ പറയണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഷോയുടെ പേര് തന്നെ മാറ്റേണ്ടി വരും. പിന്നെ ലൈവിൽ മസ്താനി അനുമോളെടുത്തും അതുപോലെ ആദിലാനൂറെടുത്തും രേണുസുതിയെ പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. വേറൊന്നുമല്ല, രേണുസുതി പഠിച്ച കള്ളിയാണ്. ഈ ബിഗ് ബോസ് വീട്ടിൽ തന്നെ നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളി രേണുസുതിയാന്നൊക്കെ മസ്താനി പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ, അപ്പം അതിനകത്ത് ഒരിടത്ത് എന്നൊരു ടാസ്കിനകത്ത് ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോയി, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം രേണുസുതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മസ്താനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളെടുത്തും അതുപോലെ ആദിലാനൂറടുത്തും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ളത് ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോയി, അതുപോലെ പഠിച്ച് 2 എയർപോർട്ടിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഇവർ ബിഗ് ബോസിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ മസ്താനി അനുമോളെടുത്തും ആദിലാനൂറടുത്തും പറയുന്നത്. അപ്പോൾ ഇവർ പെരും കള്ളിയാണ്, ലോക കള്ളിയാന്നൊക്കെയാണ് മസ്താനി പറയുന്നത്. അപ്പോൾ വന്ന സമയം തൊട്ടേ മസ്താനിയുടെ ടാർഗറ്റ് രേണുസുതിയാണ്. മിക്കവാറും ഉടനെ ഒരു അടി മിക്കവാറും ബിഗ് ബോസ് വീട്ടിൽ അകത്ത് നടക്കും. കാരണം രേണുസുതിക്കും ഒട്ടും മസ്താനി ഇഷ്ടപ്പെട്ട് നിൽക്കുമല്ല. രേണുസുതി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് നീ എന്തെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ട് കൊടുക്കുന്നൊക്കെ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ ജിഷനും പ്രവീണും അവിടെ മാറിയിരുന്നു, ഒറ്റയ്ക്കിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വേറെ ആരെയും കുറിച്ചല്ല, അനുമോളെക്കുറിച്ചും അതുപോലെ ആരിനെയൊക്കെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജിഷൻ പ്രവീണിനോട് പറയുവാണ്, കഴിഞ്ഞ ദിവസം ആര്യൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. ആര്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഈ ആര്യൻ്റെ പിറവെ ആര്യനെ പ്രണയിക്കാനും സ്നേഹിക്കാനും വേണ്ടിയിട്ട് പുറവേ നടക്കുവാണ്, ഒരു ലവ് കോംബോ പിടിക്കാനായിട്ട് പുറവേ നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ബെന്നി അവിടേക്ക് വരുന്നുണ്ട്. ബെന്നി വന്നിട്ട് ബെന്നിയും അത് അംഗീകരിച്ച് പറയുന്നുണ്ട്. ബെന്നി പറയുവാണ്, ശരിയാണ്, ഈ ഹൗസിലുള്ള പല ആൾക്കാർക്കും അനുമോള് ആര്യൻ്റെ പുറവേ നടക്കുവാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം ജിഷൻ ഇത് പ്രവീണുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ കാര്യം. അപ്പം ജിഷൻ അത് കഴിഞ്ഞിട്ട് ജിഷൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇപ്പം ഇവർ പറയുന്നുണ്ടല്ലോ, ഇപ്പം ആര്യൻ്റെ പുറവെയാണ് അനുമോള് നടക്കുന്നത്, അതുപോലെ ജിസേലിനും ഈ വിഷയത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞ വിഷയത്തിൽ ജിസേലിനും ആര്യനും പുറത്തൊരു ലൈഫുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതേ രീതിയിലാണല്ലോ അനുമോളെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ആര്യൻ്റെ പുറവേ നടക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പം അനുമോക്കും പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന കാര്യം ഇവരെന്തേ മറക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് ജിഷൻ ഇവിടെ പ്രവീണിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നപ്പം തൊട്ടേ ജിഷൻ കട്ട സപ്പോർട്ടാണ് അനുമോക്ക്. അതുമാത്രമല്ല, പുറത്ത് BB ഹൗസിന് വെളിയിലും ജിഷനും അനുമോളൊക്കെ നല്ല ഫ്രണ്ട്സാണ്. കാരണം സ്റ്റാർ മാജിക്കിലൊക്കെ ഇവർ ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ജിഷൻ അനുമോക്ക് കട്ട സപ്പോർട്ടാണ് കൊടുക്കുന്നത്. എന്തായാലും അനുമോൾ ആരെങ്കിലും അടിക്കാൻ വരുവാണെങ്കിൽ അത് ജിഷനെ തട്ടി മാറ്റിയിട്ട് വേണം അടിക്കേണ്ട ഒരു അവസ്ഥ ഇനി വരും. കാരണം അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് അനുമോക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ജിഷൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ജിഷൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പലപ്പോഴും പറയുന്നുണ്ട്, ആര്യൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്,
7-8 വയസ്സിന് എന്നെക്കാളും എളുപ്പമാണ്. അപ്പോൾ അവനെ ഞാൻ ഒരു അനിയനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് അലിമോൾ സംസാരിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ജിസേലിൻ്റെയും ആര്യൻ്റെയും ലൈഫിനെ പറ്റിയിട്ട് അത്രയ്ക്ക് ഇത് ബോധരായിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് അനിമോളെ ലൈഫിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ അനിമോളെ ലൈഫ് പുറത്ത് എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലാണ്. അതിവിടെ നടക്കത്തില്ല, ഞാൻ നിൽക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രവീണിൻ്റെ അടുത്ത് ജിഷൻ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ജിഷനുമായിട്ടും ആര്യനുമായിട്ടൊക്കെ നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിക്കുക. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. അപ്പം